ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഓൺലൈൻ നിലയിൽ വചന പഠനത്തിനായിട്ട് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 4 ആഴ്ചകളും ഇന്നും ഈ നിലയിൽ നിങ്ങളോടൊപ്പം വചന പഠനത്തിനായിട്ട് വചനം പങ്കിടുവാനായിട്ട് കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോട് അതിനേറെ നന്ദിയുള്ളവനായിരിക്കെ സഭയോട്, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ഒന്നിച്ച് പങ്കിട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് നാം ഒന്നിച്ച് ആയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നന്മയ്ക്ക് കാരണമായി ഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നും ഉള്ള 5 ഭയനിർദ്ദേശങ്ങളാണല്ലോ. ഇന്ന് നാം കാണുവാൻ പോകുന്നത് അതിൽ 5ാമത്തെ ഭയനിർദ്ദേശമാണ്. നാം 12ാം അധ്യായത്തിലേക്ക്, എബ്രായ ലേഖനം 12ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എബ്രായ ലേഖനം 12ാം അധ്യായം അതിൻ്റെ 15 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നാം നോക്കേണ്ടത്. എന്നാൽ സമയം അല്പം ലാഭിക്കാനായിട്ട് പ്രാരംഭമായിട്ട് ചില വാക്യങ്ങൾ മാത്രം അതിൻ്റെ പ്രാരംഭത്തിൽ നിന്നും അതിൻ്റെ അവസാനത്തിൽ നിന്നും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരംഭത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 12ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരൂണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടെ കൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇനി 25ാം വാക്യം മുതൽ വായിക്കാം. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. നാം പ്രാരംഭത്തിൽ വായിച്ച 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ 12ാം അധ്യായത്തിലെ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലെ 5ാമത്തെ മുന്നറിയിപ്പ്, ഭയനിർദ്ദേശം അല്ലെങ്കിൽ വിവൽ പ്രബോധനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ ഇതിനു മുൻപുള്ള 4 ഭയനിർദ്ദേശങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. നാം ആദ്യം 2ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം നാം കാണുകയുണ്ടായി. 2ാമത്തെ ഭയനിർദ്ദേശം 3ാം അധ്യായം 6ാം വാക്യം മുതൽ നാം കണ്ടു. 6ാം വാക്യം മുതൽ 3ന്റെ 6 മുതൽ 4ന്റെ 13 വരെ അവിടെ അനുസരണക്കേടിനുള്ള ഭയനിർദ്ദേശം നാം ശ്രദ്ധിക്കുകയുണ്ടായി. 3ാമത്തെ ഭയനിർദ്ദേശം 5, 6 അധ്യായങ്ങളിൽ 5ാം അധ്യായം 11 മുതൽ 6ാം അധ്യായം 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം ശ്രദ്ധിച്ചു. പിന്മാറിപ്പോകുന്നവർക്കുള്ള ഭയനിർദ്ദേശമാണ് അവിടെ നമുക്ക് കാണാനായിട്ടിടയായത്. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 4ാമത്തെ ഭയനിർദ്ദേശം നാം കാണുകയുണ്ടായി. അവിടെ നാം കണ്ടത് മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്കുള്ള
ഭയനിർദ്ദേശമാണ്. ഇന്ന് നാം കാണുവാനായിട്ട് പോകുന്നത് വായിച്ച വേദഭാഗം, അതായത് 12-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെ ഉള്ള ഭാഗവും അതുപോലെ അധ്യായത്തിൻ്റെ ഒടുവിൽ 25 മുതലുള്ള വാക്യങ്ങളുമാണ് നാം വായിച്ചു കേട്ടത്. രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ 25 മുതൽ നാം വായിച്ച വേദഭാഗത്ത് അതിൻ്റെ ഒടുവിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രയോഗം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിൽ നിന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ മിസ്സായി പോകുവാൻ, വിട്ടുപോകുവാൻ ഇടവരരുത്. അങ്ങനെ ഇടവരാതെ ഇരിക്കുവാനുള്ള ഭയനിർദ്ദേശമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്, 15 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ. അതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ വിളിക്കാം? ദൈവപ്രസാദത്തിനായി ഉള്ള സേവയ്ക്കായി ഉള്ള ഭയനിർദ്ദേശം, അല്ലെങ്കിൽ ദൈവപ്രസാദകരമായിട്ടുള്ള സേവയ്ക്കുള്ള ഭയനിർദ്ദേശം എന്ന് നമുക്കിതിനെ വിളിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള സേവ അതുണ്ടാവണം, അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ തലക്കെട്ട് നമുക്ക് ഇതിന് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രസാദകരമായ സേവയ്ക്കുള്ള ഭയനിർദ്ദേശം എന്ന് നമുക്ക് വിളിക്കാം. വാണിംഗ് ടു സെർവ് അക്സെപ്റ്റബിളി. വാണിംഗ് ടു സെർവ് അക്സെപ്റ്റബിളി. നാം ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് പ്രയോജനമായി ഭവിക്കുവാൻ പ്രാർത്ഥനയോടുകൂടി ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ദൈവപ്രസാദം ഉണ്ടാകുമാറ് സേവ ചെയ്യുക എന്നുള്ള ആ പ്രയോഗം തന്നെ ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. സേവ ചെയ്യുക, സെർവ്, ഇതിൻ്റെ മൂലപദമൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ സാധാരണ ഉള്ള ശുശ്രൂഷകൾ, ക്രിയയാൽ ചെയ്യുന്ന പല ശുശ്രൂഷകളെ കുറിക്കുന്ന സേവയല്ല ഇത്. ഇവിടെ ആരാധനയ്ക്കുള്ള വാക്കാണ് ഇവിടെ സേവ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചില ഇംഗ്ലീഷ് തർജ്ജമകൾ നോക്കിയാൽ സെർവ് എന്നുള്ള പ്രയോഗത്തിന് NKJV ഒക്കെ സെർവ് എന്ന് തന്നെയാണ് നാം കാണുന്നത്. എന്നാൽ വേറെ വേർഷൻസ് ഒക്കെ നോക്കിയാൽ ആ സെർവ് എന്നുള്ളതിന്, സേവ എന്നുള്ളതിന് വർഷിപ്പ് എന്ന പ്രയോഗം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വർഷിപ്പ് അക്സെപ്റ്റബിളി, വർഷിപ്പ് ഗോഡ് അക്സെപ്റ്റബിളി. ദൈവത്തിന് പ്രസാദകരമായ ആരാധന, അതായി തീരണം ജീവിതം. നാം സാധാരണ ആരാധനയെന്ന് ഓർക്കുമ്പോൾ കർത്തൃദിവസം പകൽ നാം കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്ന കാര്യം മാത്രമേ നാം സാധാരണ ഓർക്കാറുള്ളൂ. എന്നാൽ നമുക്ക് ഒക്കെ അറിയാവുന്നതുപോലെ ആരാധന കേവലം അതിലൊതുങ്ങുന്നതല്ല. നമ്മുടെ ജീവിതം തന്നെ ആരാധനയായി ഭവിക്കണം. നമ്മുടെ ജീവിതം തന്നെ ദൈവനാമ മഹത്വത്തിന് കാരണമാകണം. നമ്മുടെ ജീവിതം തന്നെ പുത്രൻ ഉയരുവാൻ, പുത്രൻ മഹത്വപ്പെടുവാൻ കാരണമാകുന്നതായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ആരാധനയായി തീരുവാൻ ഇടവരണം. അതിനുള്ള നിർദ്ദേശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നാം നോക്കുമ്പോൾ, തിരുവചനം പരിശോധിക്കുമ്പോൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ സാധ്യമാക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ് എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതാണ്. നാം തിരുവചനം വായിക്കുമ്പോൾ മറ്റു പല ഭാഗങ്ങളിലും അത് വ്യക്തമായി നാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ മോശയെ ഫറവോൻ്റെ അരികിൽ അയച്ച് ദൈവം പറയുന്ന വാക്കുകൾ നാം കാണുന്നുണ്ട്. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ. എന്തിനായിട്ടാണ് ജനത്തെ വിട്ടയക്കേണ്ടത്? അവർ എന്നെ ആരാധിപ്പാൻ. പുറപ്പാട് പുസ്തകം 8-ന്റെ 1-ലാണ് നാം അത് കാണുന്നത്. അവർ എന്നെ ആരാധിപ്പാൻ. അപ്പോൾ വിടുതൽ തന്നെ, വീണ്ടെടുപ്പ് തന്നെ തൻ്റെ ജനം തന്നെ ആരാധിക്കുന്നതിനായിരുന്നു. നാം മറ്റു ഭാഗങ്ങളിൽ വായിക്കുമ്പോഴും ഈ കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസ് 1-74-75 വാക്യങ്ങൾ, അതുപോലെ യോശുവയുടെ പുസ്തകം 24-14 വാക്യം, അവിടെയൊക്കെ ഇതേ ഭാഷ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായവും ഇതോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവും ശിഷ്യന്മാരും യെരുശലേം ദേവാലയത്തിനടുത്തായിരിക്കുന്നു. അവർ യാത്ര ചെയ്യുമ്പോൾ പിറവി കുരുടനെ ആ ശിഷ്യന്മാർ കാണുന്നു. അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം നാം കാണുന്നുണ്ട്. ഇവനിങ്ങനെ കുരുടനായിട്ട് പിറക്കുവാൻ എന്താണ് കാരണം? ആരുടെ പാപമാണ് കാരണം
ഇവൻ്റെ പാപമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ? കർത്താവ് അതിന് ഉത്തരം പറയുന്നത് നാം കാണുന്നു. എന്താണ് ഉത്തരം? ഇവൻ്റെ പാപമോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമോ ഒന്നുമല്ല. കാരണം പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ തെളിവാകേണ്ടതിനാണ്, അവനിൽ ദൃശ്യമാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ ക്രിയ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ തെളിവാകേണ്ടതിന്. ആ പ്രവൃത്തി എന്താണ്? ആ ഭാഗമൊക്കെ നാം വായിക്കുമ്പോൾ കേവലം അവന് കാഴ്ച കൊടുക്കുന്ന കാര്യം മാത്രമല്ല അതിൽ. പിന്നെ 38 വാക്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ പിറവിക്കുടനെ സംബന്ധിച്ച കാര്യങ്ങളുടെയൊക്കെ ഒടുവിലത്തെ ആ കൺക്ലൂഡിങ് വേഴ്സിലേക്ക് വരുമ്പോൾ ആ 38 വാക്യത്തിൽ നാം കാണുന്നത് അവൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും കർത്താവിനെ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ പൂർത്തിയാകുന്നത് അവിടെയാണ്. കേവലം പുറത്തെ കണ്ണിന് കാഴ്ച കിട്ടി എന്നുള്ളതല്ല. അതുകൊണ്ട് എന്നാൽ അതിലധികമായി അവൻ ഉൾക്കാഴ്ച, കാണേണ്ടത് കണ്ടു, കാണേണ്ടവനെ കണ്ടു, അവൻ്റെ മഹത്വം കണ്ട് അവനെ ആരാധിക്കുന്ന ചിത്രം. അവിടെയാണ് അവനെ സംബന്ധിച്ച ദൈവപ്രവൃത്തിയുടെ പൂർത്തി. അതേ കാര്യമാണ് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവന് മഹത്വമാവണം, നമ്മുടെ ജീവിതം അവനൊരു ആരാധനയാവണം. പുത്രൻ പിതാവിനെ പ്രസാദിപ്പിച്ചതുപോലെ നമ്മുടെയും ജീവിതം കൊണ്ട് അവൻ പ്രസാദിക്കുവാൻ, പിതാവ് പ്രസാദിക്കുവാൻ ഇടവരണം. ആ കാര്യമാണ് ഈ 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, അല്ലെങ്കിൽ ഭയനിർദ്ദേശം നൽകുന്ന ഈ ഭാഗത്തിൻ്റെ ഒടുവിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് പ്രസാദം വരുമാറ് സേവ ചെയ്യുക. നാം ഈ വായിച്ച വേദഭാഗം, അല്ലെങ്കിൽ 15 മുതൽ താഴേക്ക് നാം പ്രധാനമായിട്ടും ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ പഠനത്തിൻ്റെ സൗകര്യത്തിന് അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ നിന്നും മുകളിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്, ഈ സേവയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ആരാധനയായി തീരേണ്ടതിന് എന്തൊക്കെയാണ് ആവശ്യ ഘടകങ്ങളായിട്ടുള്ളത്? 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറഞ്ഞത് 4 കാര്യങ്ങളെങ്കിലും അവിടെ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം ദൈവത്തിന് ആരാധനയായി തീരേണ്ടത്, അല്ലെങ്കിൽ പ്രസാദകരമായ സേവയായി തീരേണ്ടതിന് ആവശ്യ ഘടകങ്ങൾ. ഒന്നാമത് നോക്കുക, 25 വാക്യത്തിൽ നാം കാണുന്നത്, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതെ ഇരുപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. എന്താണ് ഭൂമിയിൽ നിന്നും അരുളി ചെയ്യുക, സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്യുന്നവൻ എന്നൊക്കെയുള്ളതിൻ്റെ അർത്ഥം? ഭൂമിയിൽ നിന്നും അരുളി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞ ആ കാര്യം, യഹോവയായ ദൈവം മോശ മുഖാന്തരം സീനായിൽ കൽപ്പനകൾ നൽകിയ കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത്. ഭൂമിയിൽ നിന്നും അവൻ അരുളി ചെയ്തു, സീനായി മലയിൽ നിന്നും അവൻ അരുളി ചെയ്തു. എന്നാൽ അത് തെറ്റിച്ചവർക്ക് ശിക്ഷയുണ്ടായി. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവൻ, അതെന്തിനെ കാണിക്കുന്നതാ? ഇന്ന് നമുക്ക് ലഭിക്കുന്ന വചനത്തെ കാണിക്കുന്നതാ, പുതിയ നിയമ വെളിപ്പാടിനെ കാണിക്കുന്നതാ. നാം ഈ എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നാം അതോട് ചേർത്ത് ചിന്തിക്കാവുന്ന ആ പ്രയോഗം കാണുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്നും പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. പുതിയ നിയമ വെളിപ്പാടിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവൻ. സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവൻ വർത്തമാനകാലമാണ്. പുതിയ നിയമ വെളിപ്പാടുകൾ വന്നുകൊണ്ടിരുന്ന കാലത്ത് എബ്രായ ലേഖനം എഴുതിയതാണല്ലോ. അത് നാം നിരസിക്കരുത്, അല്ലെങ്കിൽ വചനത്തിന് അനുസരണം വേണം. We should honor God's word. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവൻ ആരാധനയായി തീരണമെങ്കിൽ അത് വചനപ്രകാരമായിരിക്കണം. അതിൽ തന്നെ വളരെ വിശദീകരിക്കാവുന്നതാണെങ്കിലും ഞാൻ അതിലേക്ക് പോകാൻ തുനിയുന്നില്ല.
രണ്ടാമത്തെ പ്രയോഗം നോക്കുക. 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്: അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി. ആ നന്ദിയുള്ളവരായി പ്രയോഗം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് അവിടെ നാം കാണുന്നത്. ഇളകാത്ത രാജ്യം അവൻ സ്ഥാപിക്കുവാൻ പോകുന്നു. അത് വിശദീകരിക്കുവാനായിട്ട് ആവശ്യമില്ല. വരുവാനുള്ള രാജ്യത്തെ അത് കാണിക്കുന്നതാണ്. വരുവാനുള്ള ലോകത്തെ അത് കാണിക്കുന്നതാണ്. ദൈവം സകലത്തെയും ആ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എന്തുണ്ടായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം നാം. അവൻ നമുക്കായി പ്രവർത്തിക്കുന്നു. നാം നന്ദിയുള്ളവരായിരിക്കണം. എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. ആദ്യം നാം കണ്ടത് അനുസരണം, അവൻ്റെ വചനത്തോടുള്ള ബഹുമാനം. രണ്ടാമത് അവൻ്റെ പ്രവർത്തിക്കുള്ള നന്ദി, ഗ്രേറ്റ്ഫുൾനെസ്. ഇനി 28 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു പ്രയോഗം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭക്തിയോടും, റെവറൻസ്, ഭക്തിയോടും, ദൈവത്തോടുള്ള ഭക്തി. അതോട് ചേർന്ന് പോകുന്ന മറ്റൊരു വാക്കും നാം കാണുന്നുണ്ട്: ഭയത്തോടും. ഗോഡ്ലി ഫിയർ ഓഫ് ഗോഡ്. ബഹുമാനവും ഭക്തിയും അതുപോലെ ദൈവഭയവും നമുക്കുള്ളവരായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് അവശ്യ ഘടകങ്ങളായി ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. എന്തിനായി? പ്രസാദമുള്ള, നമ്മുടെ ജീവിതം പ്രസാദമുള്ള യാഗമായി, ആരാധനയായി, സേവയായി തീരേണ്ടതിന്. ഇത് നമുക്ക് എപ്പോഴും ഓർക്കാം. ദൈവം എന്തെങ്കിലും എങ്ങനെയും സ്വീകരിക്കുന്നവനല്ല. നിങ്ങൾ എന്നെ വന്ന് ആരാധിപ്പിൻ, എനിക്ക് വല്ലതും തരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. അവൻ ആരാധനയല്ല കാംക്ഷിക്കുന്നത്, ആരാധകരെയാണ്. നമുക്കുള്ളതിനെയല്ല, നമ്മെയാണ് അവൻ ആരാധിക്കുന്നത്. ഹാബേലിലും അവൻ്റെ യാഗത്തിലും, ഞാനത് വിശദീകരിക്കുവാൻ ആവശ്യമില്ല, എന്നാൽ കായീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അപ്പോൾ അവൻ ആദ്യം നമ്മെയാണ് നോക്കുന്നത്. നമ്മുടെ സേവ, നമ്മുടെ ആരാധന അവന് പ്രസാദകരമാവണം. നമ്മുടെ ജീവിതം അവന് പ്രസാദമുള്ള സേവയായി തീരണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അനുദിനം നാം മുൻപോട്ടായേണ്ടത് ഇതിലേക്കാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഭാഗം നോക്കാം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ അധ്യായത്തിൻ്റെ താഴെ നിന്ന് നമ്മുടെ സൗകര്യാർത്ഥം നാം തുടങ്ങിയ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ലക്ഷ്യമാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്. ഇനിയും അതിൻ്റെ മുകളിലുള്ള ആ ഭാഗങ്ങളൊന്ന് നോക്കാം. അത് നാം എല്ലാം നോക്കുകയില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മുടെ ശ്രദ്ധയിലേക്ക് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എന്താണ് അവിടെ നാം കാണുന്നത്? നമുക്കിങ്ങനെ പറയാം: സ്ഫിയേഴ്സ് ഓഫ് സർവീസ്, അല്ലെങ്കിൽ സേവയ്ക്കുള്ള മണ്ഡലങ്ങൾ. നാം എവിടെയാണ് സേവിക്കുന്നത്? ഇവിടെ പഴയ നിയമ സേവയ്ക്കുള്ള, ആരാധനയ്ക്കുള്ള മണ്ഡലവും പുതിയ നിയമ ആരാധനയ്ക്കുള്ള, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന മണ്ഡലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ നിയമ ഭക്തന്മാരുടെ മണ്ഡലം നോക്കുക. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ലേഖനകാരൻ അതാണ് പറയുന്നത്: സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ടാൽ അതിനെ
കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇത് സീനായിയുടെ വിവരണമാണ്. ഇസ്രായേൽ ജനം വിടുതൽ പ്രാപിച്ച് കർത്താവിനെ സേവിക്കുവാൻ അവിടെയാണല്ലോ ആദ്യം എത്തിയത്. അവിടെ ദൈവം തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി, വചനം നൽകി, അരുളപ്പാടുകൾ നൽകി. ആ രംഗത്തിൻ്റെ, ആ മണ്ഡലത്തിൻ്റെ ആ വിവരണമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനിയും രണ്ടാമത്തെ ഭാഗത്തേക്ക് നോക്കാം. സേവയ്ക്കുള്ള പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നമുക്കുള്ള മണ്ഡലമാണ് അവിടെ നാം കാണുന്നത്. 22-ാം വാക്യം വായിക്കുന്നത്, പിന്നെയോ. എന്നിട്ട് നാം കാണുന്നത് സിയോൻ പർവ്വതത്തിനും ആദ്യ ഭാഗത്ത് സീനായി പർവ്വതത്തിന്റെ വിവരണമാണ് നാം കണ്ടത്. ഇവിടെ നാം കാണുന്നത് സിയോൻ പർവ്വതം, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നോക്കുക, നമുക്കുള്ള മണ്ഡലം. എന്തിനാണ് ലേഖനകാരൻ ഇതിലെ ഓരോ ഐറ്റവും വളരെ വിശദീകരിക്കാവുന്നതാ. എന്നാൽ നമ്മുടെ ഉദ്ദേശം അങ്ങനെയുള്ള പഠനമല്ലല്ലോ, ഭയനിർദ്ദേശമാണല്ലോ നാം കാണുന്നത്. നാം ഈ ഭാഗത്ത് നോക്കുമ്പോൾ പഴയ നിയമ മണ്ഡലവും അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാർ, ആ വിടുതൽ പ്രാപിച്ച ജനം, അവർ സേവിച്ച ആ മണ്ഡലം, ആ രംഗവും നാം വിടുതൽ പ്രാപിച്ച് നാം ഇന്ന് സേവിക്കുന്ന, കർത്താവിനെ സേവിക്കുന്ന, ആരാധിക്കുന്ന മണ്ഡലവും തമ്മിലുള്ള വ്യത്യാസം, കോൺട്രാസ്റ്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നിതാണ്, പഴയ നിയമ മണ്ഡലത്തെക്കാൾ ഏറ്റവും ഉന്നതമാണ് പുതിയ നിയമ വിശ്വാസികൾ കടന്നു വന്നിരിക്കുന്ന മണ്ഡലം, സേവയ്ക്കുള്ള മണ്ഡലം. പഴയ നിയമ വിശ്വാസികൾ അവർ കടന്നു വന്ന ആ സേവയുടെ മണ്ഡലത്തെക്കാൾ, കർത്താവിനെ ആരാധിക്കുവാനുള്ള ആ ചുറ്റുപാടുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിലേക്കാണ് പുതിയ നിയമവിശ്വാസികൾ കടന്നു വന്നിരിക്കുന്നത്. നാം സീനായിലല്ല കർത്താവിനെ ആരാധിക്കുന്നത്, നാം സിയോനിലാണ് കർത്താവിനെ ആരാധിക്കുന്നത്. എന്തിനാണ് ലേഖനകാരൻ ഇത് പറയുന്നത്? നമുക്കുള്ള മണ്ഡലം ശ്രേഷ്ഠമായതുകൊണ്ട് പഴയ നിയമ ഭക്തന്മാരെക്കാൾ ശ്രേഷ്ഠമായ ആരാധന കഴിപ്പാൻ നമുക്കിടവരണം. നമ്മുടെ ജീവിതം കൊണ്ട് അവൻ പ്രസാദിക്കണം, അവന് സുഗ്രാഹ്യമായി തീരണം നമ്മുടെ ജീവിതം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഗതി. നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം ഇതാണ്. ഇത് നാം എപ്പോഴും മനസ്സിൽ കരുതുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനിയും നാം അതിന് മുകളിലുള്ള വാക്യഭാഗങ്ങളിലേക്ക് വരാം. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള സേവയുടെ ആ വഴിയിൽ എന്ത് ഭയനിർദ്ദേശമാണ് ഈ ലേഖനകാരൻ ഈ ഭാഗത്ത് നൽകുന്നതെന്ന് നോക്കുക. ഞാൻ ഓർപ്പിച്ചു, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ആ ദൈവത്തിന് പ്രസാദമുള്ള സേവയായി തീരണം, ആരാധനയായി തീരണം നമ്മുടെ ജീവിതം. അങ്ങനെ ആയിത്തീരുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ രംഗത്തേക്ക്, മണ്ഡലത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നു. അതാണ് ഇതുവരെയും നാം ചിന്തിച്ചത്. ഇനിയും ഇതിൽ നിന്നും നാം മാറിപ്പോകുവാൻ, ഇത് സാധ്യമല്ലാതെ വരുവാൻ ഇടയുള്ള ആ അവസ്ഥയുണ്ട്. അതിനുള്ള അവസ്ഥയിൽ നാം ചെന്നുപെടാം. അതിനുള്ള ഭയനിർദ്ദേശമാണ് ഈ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ആ ഭയനിർദ്ദേശം? നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 15-ാം വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും
ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് രക്ഷ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല എന്ന് ഞാൻ പറയുവാനായിട്ട് ആവശ്യമില്ല. മാത്രമല്ല, ഈ ഭാഗത്തെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വിശദീകരിക്കുന്നവരുമുണ്ട്. മുൻപുള്ള ഭാഗങ്ങൾ ചിന്തിച്ചപ്പോഴും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. നാം അങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. എന്നാൽ നാം ഈ കഴിഞ്ഞ 4 ഭാഗങ്ങളും ഇന്നത്തതും ഇവിടെ ലേഖനകാരൻ പറയുന്നത് വിശ്വാസത്യാഗികളെക്കുറിച്ച് എന്നുള്ള ആശയത്തിലാണ് നാം ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് അതാണ് യുക്തം എന്ന് മനസ്സിലാക്കിയാണ്. പ്രത്യേകിച്ച് നാം എബ്രായ ലേഖനം വായിക്കുമ്പോൾ വിശ്വാസത്യാഗത്തിന്റെ പ്രശ്നം അവരുടെ മധ്യേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിമിത്തം ഈ എല്ലാ ഭാഗങ്ങളെയും ആ വെളിച്ചത്തിൽ നാം കാണുകയാണ്. ഈ ഭാഗവും നാം ആ നിലയിലാണ് കാണുന്നത്. വിശ്വാസത്യാഗം എന്തെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആവശ്യമില്ല. അത് വിശ്വാസികളെ കുറിക്കുന്നതല്ല. വിശ്വാസികളോടൊപ്പം ചിലരുണ്ടായിരുന്നു. കണ്ടാൽ വിശ്വാസികളെന്ന് തോന്നും. ഏർപ്പാടുകളൊക്കെ വിശ്വാസികളെ പോലെ തന്നെയായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ മാറിയപ്പോൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ പിന്മാറി എന്ത് തെളിയിച്ചു? തങ്ങൾ ഇതുവരെയും ഇക്കാലത്തായിരുന്നതൊന്നും വാസ്തവമായിരുന്നില്ലെന്നുള്ളത് അവർ തെളിയിച്ചു. വീണ്ടും ഞാൻ എപ്പോഴും പറയുന്ന ആ പ്രയോഗം ആവർത്തിക്കട്ടെ. കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. നാം തുടരുന്നതാണ് വാസ്തവം എന്നുള്ളതിനെ തെളിയിക്കുന്നത്. തുടർന്നില്ലെങ്കിലോ അവാസ്തവമായിരുന്നു എന്നുള്ളതിനെ തെളിയിക്കുക. ശരിയായിരുന്നില്ല ഇതുവരെയും എന്നുള്ളതിനെ തെളിയിക്കുക. അപ്പോൾ ആ അർത്ഥത്തിലാണ്, ആ ചിന്തയിലാണ് നാം, ആ വെളിച്ചത്തിലാണ് ഈ ഭയനിർദ്ദേശവും നാം ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കുക, ഇവിടെ നാം ആ ഭയനിർദ്ദേശം നോക്കുമ്പോൾ 4 കാര്യങ്ങൾ പറയുന്നത് നാം കാണുന്നുണ്ട്. 1, ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. 2, വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാൻ ഇടവരരുത്. 3, ആരും ദുർനടപ്പുകാരനാകരുത്. 4, ഒരൂണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യുവാൻ ഇടവരരുത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നോക്കുക, ഒന്നാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരിക. ആരും ദൈവകൃപ വിട്ട് പിന്മാറുവാനിട വരരുത്. എന്താ ഇതിന്റെ അർത്ഥം? ദൈവകൃപ വിട്ട് പിന്മാറുക. ഇതിന്റെ അർത്ഥം ദൈവകൃപയാൽ അവർ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ രക്ഷ നഷ്ടപ്പെട്ട് ഇപ്പോൾ ആ കൃപയിൽ നിന്നും വീണുപോയി, മാറിപ്പോയി എന്നുള്ള അർത്ഥമല്ല. പിന്നെ ഈ എബ്രായർ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെടുവാൻ തുനിയാതെ, അല്ലെങ്കിൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ തുനിയാതെ, കൃപയാലുള്ള രക്ഷ പ്രാപിക്കുവാൻ അവർ ആഗ്രഹിക്കാതെ അവർ പിന്മാറി പ്രവൃത്തിയുടെ പദത്തിലേക്ക് അവർ പോയി. അല്ലെങ്കിൽ യഹൂദ പാളയത്തിലേക്ക്, ഇസ്രയേൽ പാളയത്തിലേക്ക് അവർ മടങ്ങി. ആ വിശ്വാസത്തിലേക്ക്, മോശയിക ന്യായപ്രമാണത്തിന്റെ ആ പ്രവൃത്തികൾ കാത്ത് ചെയ്ത് അവർ മുൻപോട്ട് പോകുവാനായിട്ട് അവർ പിന്മാറിപ്പോയി. ആ രംഗത്തെ ഇത് കാണിക്കുന്നതാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രസ്താവന അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നോക്കുക, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ആരോടാണ് ഈ പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവർ. എന്ന് വെച്ചാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് അവർക്ക് മനസ്സില്ല. അവർ പ്രവർത്തിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് പൗലോസ് അവിടെ പറയുന്നത്
നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഇപ്പോൾ ചിന്തിക്കുന്ന ഈ പ്രയോഗവും ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. എബ്രായ ലേഖനം 12:15 ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും എന്ന് വെച്ചാൽ ദൈവകൃപ വിട്ട് പിന്മാറുവാനിട വരരുത്. എന്താണ് ദൈവകൃപ വിട്ട് പിന്മാറുക എന്ന് പറയുമ്പോൾ അർത്ഥം? ഗലാത്യ ലേഖനത്തിൽ നാം കണ്ടതുപോലെ പ്രവൃത്തിയാലുള്ള നീതീകരണത്തിന്റെ പിന്നാലെ പോവുക. വിശ്വാസത്താലുള്ള നീതീകരണം വേണ്ടെന്ന് വെക്കുക. അത് കേൾക്കത്തക്കവണ്ണം, അതിന്റെ വെളിച്ചത്തിൽ വരത്തക്കവണ്ണം, ഏറ്റവും അടുത്തെത്തത്തക്കവണ്ണം ഒക്കെ ഇവർ വന്നു. സത്യമൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ടു. ഇതാണ് സത്യമെന്നൊക്കെ അവർ പറഞ്ഞു കാണും. എന്നാൽ അടുത്തെത്തിയതിനു ശേഷം പിന്മാറിപ്പോകുന്നു. അവർ കൃപയിൽ നിന്ന് വീണു പോവുക, പിന്മാറുക എന്നൊക്കെ പറയുന്നത് രക്ഷിക്കപ്പെട്ട ശേഷം രക്ഷ നഷ്ടപ്പെടുന്നതല്ല. പിന്നെ കൃപയുടെ പാത വിട്ട് വിശ്വാസത്തിന്റെ പാതയിൽ പ്രവേശിക്കാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് പിന്മാറുന്ന ആ അവസ്ഥയെ കാണിക്കുന്നതാണ്. എബ്രായരുടെ മധ്യ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ആ അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് പറയുന്നത്, രണ്ടാമത് നാം അവിടെ കാണുന്നത്, വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകരെ അതിനാൽ മലിനപ്പെടുവാനായിട്ട് ഇടവരരുത്. എന്താണ് ഇതിന്റെ അർത്ഥം? കയ്പുള്ള വേര്. നാം ഒന്ന് ഓർക്കേണ്ടത്, ഇവിടെ കയ്പുള്ള വേരെന്ന് പറയുമ്പോൾ സാധാരണ കയ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ് നാം സാധാരണ ഓർക്കാറുള്ളത്, മനോഭാവം, കയ്പിന്റെ മനോഭാവം. എന്നാൽ ഇവിടെ നമുക്കുള്ള മനോഭാവത്തെ അല്ല, മനസ്സിന്റെ അവസ്ഥയല്ല കാണിക്കുന്നത്. ഇവിടെ കയ്പുള്ള വേരെന്ന് പറയുന്നത് വ്യക്തികളെ കുറിക്കുന്നതാണ്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഇത് പഴയ നിയമത്തിലെ ഭാഷയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് നാം അവിടെ കാണുന്നുണ്ട്. ഈ ലേഖനകാരൻ ഇതൊക്കെ എഴുതുമ്പോൾ ആ ഭാഗങ്ങളാണ് തൻ്റെ മനസ്സിലുള്ളത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്: ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നൻസും കയ്പുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരുമരുത്. അടുത്ത് നോക്കുക, 18-ാം വാക്യം: അങ്ങനെയുള്ളവൻ ഈ ശബദ വചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. തുടർന്ന് അത് തന്നെ വിശദീകരണം നാം കാണുന്നു. എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 17-ന്റെ അവസാന ഭാഗത്ത് ഈ പ്രയോഗം നാം കാണുന്നുണ്ട്: കയ്പുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരുമരുത്. എന്നിട്ട് അവിടെ കാണുന്നത് അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ള ഭാവമെന്നല്ല, അങ്ങനെയുള്ള ചിന്തയെന്നല്ല, പിന്നെ അങ്ങനെയുള്ളവൻ. അപ്പോൾ കയ്പുള്ള വേരെന്ന് പറയുന്നത് വ്യക്തികളെ കുറിക്കുന്നതാണ്. എങ്ങനെയുള്ള വ്യക്തികൾ? ദൈവത്തിൻ്റെ വചനം ഞാൻ സൂക്ഷിച്ചില്ലെങ്കിലും, ഞാൻ പാലിച്ചില്ലെങ്കിലും എനിക്ക് സുഖമായിരിക്കും, എനിക്കൊരു നാശവും വരികയില്ല, എനിക്കൊരു പ്രശ്നവും വരികയില്ലെന്ന് പറഞ്ഞ് വചനത്തെ നിരാകരിക്കുന്നവൻ. ആ വചനത്തെ നിരാകരിക്കുന്ന ഭാവമെന്നല്ല, അങ്ങനെയുള്ള ഭാവമുള്ള ആ വ്യക്തി. ഞാൻ പറഞ്ഞത് വിശദീകരിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ വ്യക്തിയെ കുറിക്കുന്നതാണ്. ആരും അങ്ങനെ കയ്പുള്ള വേരായി തീരരുത്. മറ്റുള്ളവരെ മലിനമാക്കുന്ന ആ വ്യക്തികളായി തീരരുത്. നാം അനുസരണക്കേടിൽ ജീവിക്കുന്നവൻ മറ്റുള്ളവരെയും അനുസരണക്കേടിന് പ്രേരിപ്പിക്കുന്നവനായി തീരും, മറ്റുള്ളവരെയും മലിനമാക്കുവാനിടയായി തീരും. നോക്കുക, കൃപയിൽ നിന്നും വീണുപോയാൽ ദൈവവചനത്തെ വിട്ടുപോകുന്നവനാ. അവന്റെ അടുത്ത പടി ഇതാണ്: എന്ത്? കയ്പുള്ള വേരായി അവൻ ഭവിക്കും. കയ്പുള്ള വേരെന്ന് പറയുന്നത് വിഷലിപ്തമായിട്ടുള്ള വേരാണ്. അത് മറ്റുള്ളവരെ തെറ്റിക്കുന്നതാണ്, മറ്റുള്ളവരിൽ വിഷം നൽകുന്നതാണ്.
എന്നിട്ട് അടുത്തത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദുർനടപ്പുകാരനോ, ദുർനടപ്പുകാരൻ അല്ലെങ്കിൽ വ്യഭിചാരി, പരസംഗം ചെയ്യുന്നവൻ. ആ അർത്ഥങ്ങളൊക്കെയാണല്ലോ ഈ വാക്കുകൾക്കുള്ളത്. ഫോണിക്കേറ്റേഴ്സ്. നാം പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ മറ്റ് ദേവന്മാരെ മാത്രമല്ല ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരും അങ്ങനെ അരുത്. പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനം 4:4 നാം വായിക്കുമ്പോൾ വ്യഭിചാരിണികളെ എന്നുള്ള പ്രയോഗം നാം കാണുന്നു. യാക്കോബ് വിശ്വാസികളെ വിളിക്കുക. എന്തുകൊണ്ട്? ലോകസ്നേഹം. അത് മാത്രമല്ല, പിന്നെ ഏശാവിനെ പോലെ അഭക്തനാകരുത്. എന്താണ് ഏശാവിന്റെ അഭക്തി? ആത്മീയ അനുഗ്രഹങ്ങൾക്ക് താൻ പ്രാധാന്യം കൊടുത്തില്ല. തനിക്ക് ആത്മീയമായിട്ടുള്ള സ്ഥാനങ്ങൾക്ക്, ആദ്യജാതൻ എന്നുള്ള നിലയിലുള്ള സ്ഥാനങ്ങൾക്ക് താൻ പ്രാധാന്യം കൊടുത്തില്ല. അല്പം ആഹാരത്തിന് അതിനേക്കാളും സ്ഥാനം കൊടുത്തു. അതാണ് അഭക്തി. ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥ. നോക്കുക, നാം ആദ്യം ചിന്തിച്ചതിൽ നിന്നും എത്രയോ അന്തരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് നമ്മെ ദൈവം വിടുവിച്ചത്? മിസ്രയീമിൽ നിന്നും എന്തിനു നമ്മെ വെളിയിൽ കൊണ്ടുവന്നു? നമ്മുടെ ജീവിതം അവൻ ആരാധനയായി തീരുവാൻ. അതിന് മെച്ചമായ മണ്ഡലത്തിൽ നമ്മെ അവൻ ആക്കി. ഞാൻ ആദ്യം വിശദീകരിച്ചത് അതൊക്കെ ആയിരുന്നല്ലോ. എന്നാൽ അതിനു മുൻപ് നൽകുന്ന ഭയനിർദ്ദേശം ഇതാ: അവിടെ ചെല്ലുവാൻ ഇടവരാതെ ചിലർ ആ വഴിയിൽ വീണുപോയേക്കാം, വഴിയിൽ നിന്നും പിന്മാറിപ്പോയേക്കാം. എന്നാൽ ആരും ആ അവസ്ഥയിലെത്തരുത്. എന്തവസ്ഥ? കൃപയിൽ നിന്നും വീണുപോകുന്ന അവസ്ഥ. മാത്രമല്ല, ആ കയ്പുള്ള വേരായി ഭവിക്കുന്ന അവസ്ഥ. അത് തന്നെയുമല്ല, ആ ദുർനടപ്പുകാരനാവുന്ന അവസ്ഥ, ഏശാവിനെ പോലെ അഭക്തനാകുന്ന അവസ്ഥ. ഏശാവിനെ കുറിച്ചുള്ള വിശദീകരണം 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവൻ പിന്നത്തേതിൽ ആ അനുഗ്രഹം പ്രാപിക്കുവാൻ കണ്ണീരോടുകൂടി അപേക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ അതെല്ലാം നാം കാണുന്നുണ്ട്. എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിനോട്, ഇസഹാക്കിനോട് പറയുന്നത് നാം കാണുന്നു. അവനത് ലഭിച്ചില്ല. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് ഇവിടെ കാണുന്നത്, 17-ാം വാക്യത്തിൽ കാണുന്നത് തൻ്റെ തന്നെ മാനസാന്തരമല്ല, പിന്നെ ഇസഹാക്കിന്റെ മനസ്സിന്റെ അന്തരം. യാക്കോബിന് തന്നെ പ്രധാന അനുഗ്രഹം അവിടെ കൊടുക്കുന്നത് നാം കാണുന്നു. അതേക്കുറിച്ച് ഇവിടെ നാം കാണുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം വിശ്വാസത്യാഗികളായി തീർന്നാൽ പിന്നെ അനുഗ്രഹത്തിലേക്ക് വരിക അസാധ്യമാണ്. മുൻപ് നാം അത് കണ്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിലെ ആ വിശദീകരണങ്ങൾ. ആ കാര്യം തന്നെയാണ് ഇവിടെയും നാം കാണുന്നത്. ഇതാണ് ഭയനിർദ്ദേശം. ഇനി ഞാൻ മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഇനി മുൻപ് ഞാൻ ആവർത്തിച്ചത് ഓർപ്പിച്ചതാ. ഈ ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭയനിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ പശ്ചാത്തലമാണ്. എല്ലാ ക്ലാസ്സുകളിലും ഞാൻ അതിന് പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറയുകയുണ്ടായി. ഈ ക്ലാസ്സുകൾക്ക് ഈ വിഷയം എടുക്കുവാൻ കാരണമായി തീർന്നത് ആ പശ്ചാത്തലം ശ്രദ്ധിക്കുവാനാണ്. ഞാൻ ക്ലാസ്സുകളിലെല്ലാം ഓർപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ പറയുവാനിടയായ പശ്ചാത്തലങ്ങൾ ഇന്ന് നമുക്ക് വളരെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഭയനിർദ്ദേശങ്ങൾക്ക് സ്ഥാനം ഇന്ന് വളരെയുണ്ട്. ഒന്നാമത്തെ ഭയനിർദ്ദേശം നാം കണ്ടത് എന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു? ദൈവം അരുളി ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഭയനിർദ്ദേശത്തിന്റെ ആ സാഹചര്യം എന്തായിരുന്നു? അത് ചിലർ കർത്താവിനെ കുറിച്ചുള്ള ധൈര്യം വിട്ട് മാറുന്ന അവസ്ഥകൾ. മൂന്നാമത്തെ ഭയനിർദ്ദേശത്തിന് ഉള്ള സാഹചര്യം എന്തായിരുന്നു? അത് ആത്മീയ വളർച്ചയില്ലാത്ത ചിലരുടെ കാര്യം പറഞ്ഞാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. നാലാമത്തെ ഭയനിർദ്ദേശത്തിന്റെ കാരണം സഭായോഗങ്ങളെ അലക്ഷ്യമാക്കുന്നവരുടെ കാര്യം പറഞ്ഞതിന് ശേഷം. ആ ലക്ഷണങ്ങളൊക്കെ ഇന്നും നാം വളരെ കാണുന്നുണ്ട്. സഭായോഗങ്ങളെ അലക്ഷ്യമാക്കുന്നവർ എത്രയോ, ആത്മീയ വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുന്നവർ എത്രയോ, കർത്താവിനെ കുറിച്ചുള്ള ധൈര്യം വിട്ടുകളയുന്നവർ എത്രയോ. ഇതൊക്കെ കാണുമ്പോൾ ഭയപ്പെടണം, വിശ്വാസത്യാഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
വിശ്വാസത്യാഗികളെന്ന് നാം ആരെയും മുദ്ര വെക്കുവാൻ നമുക്ക് അവകാശമില്ല, സംശയമില്ല. ഈ ലേഖനകാരനും വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ആ വിശ്വാസത്യാഗികളാണെന്ന് ആരെയും മുദ്ര വെച്ചല്ല, പിന്നെ നിങ്ങൾ അതല്ലെന്ന് തെളിയിക്കണം. എങ്ങനെ? കാര്യങ്ങളിൽ പിന്തുടർന്ന്. അതാണ് ഈ ഭാഗങ്ങളിലെല്ലാം നാം കണ്ടത്. താൻ ആരെയും വിശ്വാസത്യാഗി എന്ന് അവിശ്വാസി എന്നോ ഒന്നും മുദ്ര കുത്തുന്നില്ല. പിന്നെ അവരവർ തെളിയിക്കണം ഞങ്ങൾ വാസ്തവമാണെന്നുള്ളത്. ആ നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞത്. അപ്പോൾ നമുക്കും ആ നിലയിലേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ലക്ഷണങ്ങൾ വളരെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലത്ത് നാം വിശ്വാസത്തിൽ തുടർന്ന് അവന് പ്രസാദകരമായ ജീവിതം ജീവിച്ച് നാം വാസ്തവമാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയും ഈ ഭയനിർദ്ദേശം ഇവിടെ നൽകുവാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള പശ്ചാത്തലം എന്താണ്? 12-ാം അധ്യായത്തിന്റെ മുകളിലുള്ള ആദ്യ ഭാഗങ്ങളിലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സമയമില്ലാത്തത് കൊണ്ട് വായിക്കുവാൻ ആവശ്യമില്ല. മാത്രമല്ല ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ്. നാം ഓട്ടക്കളത്തില. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. അപ്പോൾ നമ്മളെ ഒരു ആത്ലറ്റ്സിനോട് കമ്പയർ ചെയ്യുക. നാം ഓട്ടക്കാരാണ് ഓട്ടക്കളത്തിൽ. ഞാനത് വിശദീകരിക്കുവാൻ ആവശ്യമില്ലല്ലോ. പിന്നെ താഴേക്ക് വരുമ്പോൾ 5 മുതൽ 11 വരെ, 12-ാം അധ്യായം 5 മുതൽ 11 വരെ ബാലശിക്ഷയെക്കുറിച്ചാണ് നാം കാണുന്നത്. ബാലശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. ദൈവം ഒരു സ്നേഹമുള്ള പിതാവെന്ന നിലയിൽ തെറ്റിപ്പോകുന്ന തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നു. താൻ സ്നേഹമുള്ള എല്ലാ മക്കളെയും താൻ ശിക്ഷിക്കുന്നു, നമ്മുടെ നന്മയ്ക്കായി, നശിക്കുവാനല്ല, നമ്മുടെ നന്മയ്ക്കായി. അപ്പോൾ ആ കാര്യങ്ങളാണ് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ലേഖനകാരൻ പറഞ്ഞത്. ഇനിയും 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ആദ്യം താൻ പറഞ്ഞ സദൃശ്യം വിട്ടുകളയുന്നില്ല. എന്ത് സദൃശ്യം? ഓട്ടക്കാരന്റെ സദൃശ്യം. 12-ാം വാക്യം നോക്കുക. നാം കാണുന്നത് ഇങ്ങനെയാണ്: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ഓട്ടക്കളമാണ് വീണ്ടും ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ സദൃശം ലേഖനകാരൻ ഇവിടെയും വിട്ടുകളഞ്ഞിട്ടില്ല. എന്താണ് നാം ഇവിടെ കാണുന്നത്? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. തളർന്ന കൈ. ഓട്ടക്കാരനെ നമ്മുടെ മനസ്സിൽ കാണുക. വളരെ താൻ മുൻപോട്ട് ഓടുമ്പോൾ ശരീരം ക്ഷീണിക്കും. ആ ശരീരത്തിൻ്റെ ക്ഷീണം ആദ്യം ഓട്ടക്കാരനിൽ കാണുന്നത് തൻ്റെ കയ്യിലായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഓട്ടക്കാരനെ മനസ്സിൽ കാണുക. ട്രാക്കിലൂടെ ഓടുകയാണ്. ഒരു മാരത്തോൺ ഓട്ടം തന്നെ നാം മനസ്സിൽ കാണുക. വളരെ ഓടുമ്പോൾ വളരെ റൗണ്ടൊക്കെ ഓടുമ്പോൾ ക്ഷീണമാകും. ആ ക്ഷീണം ആകുമ്പോൾ ആ ക്ഷീണം ആദ്യം ദൃശ്യമാകുന്നത് കയ്യിലായിരിക്കും. അത്രയും നേരം ആ കൈ മുകളിലോട്ട് വെച്ച് നന്നായിട്ട് പമ്പ് ചെയ്ത് മുൻപോട്ട് പോവുകയായിരിക്കും. എന്നാൽ ക്ഷീണമാകുമ്പോൾ കൈ മെല്ലെ താഴുവാനായിട്ട് തുടങ്ങും. നാം ഇതൊക്കെ കണ്ടിട്ടുള്ളതാ, ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആവശ്യമില്ല. അവൾ കൈ താഴുന്നത് കാണുമ്പോൾ ക്ഷീണിച്ചുവെന്ന് മനസ്സിലാക്കാം. അതാണ് ആദ്യം നാം ഇവിടെ കാണുന്നത്. 12-ാം വാക്യത്തിൽ തളർന്ന കൈയും. അവൾ ക്ഷീണിച്ചു. എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞത്? ബാലശിക്ഷ. അടി കൊള്ളുന്നു, കഷ്ടത വരുന്നു. അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോ ക്ഷീണിച്ചു പോകുന്നു. ഇനിയും കൈ ക്ഷീണിച്ച് വീണ്ടും മുൻപോട്ട് ഓടുകയാ. കൈ തളർന്നു കിടക്കുക, എന്നാലും മുൻപോട്ട് ഓടുന്നു. പിന്നെ ക്ഷീണമുണ്ടാവുക മുഴങ്കാലിനാണ്, മുട്ടുകൾക്കാണ്. അതാണ് അടുത്തത് നാം കാണുന്നത്. കുഴഞ്ഞ മുഴങ്കാലും. ഇനിയും ആ മുട്ടുകളും ക്ഷീണത്തിലായി, അല്ലെങ്കിൽ മുഴങ്കാലും കുഴയുന്ന അവസ്ഥയിലായി. അടുത്ത സ്റ്റെപ്പ് എന്താണ്?
13-ാം വാക്യത്തിൽ നാം കാണുന്നത്, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവീൻ. ഇപ്പൊ മുടന്തിയാ പോകുന്നത്, മെല്ലെ മെല്ലെയാണ് ഓടുന്നത്. ചെറിയ എന്തെങ്കിലും ഒന്ന് മതി, കുഴിയോ കല്ലോ എന്തെങ്കിലും മുൻപ് മതി, തട്ടിയാൽ ട്രാക്കിൽ നിന്റെ അപ്പുറത്തേക്ക് വീഴും, ഓട്ടം തീരും. അതുകൊണ്ട് പാത നിരപ്പാക്കുവിൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം 14-ാം വാക്യത്തിലേക്ക് വരിക. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്നിട്ടാണ് ഭയനിർദ്ദേശം. എന്ന് വെച്ചാൽ ആരും ട്രാക്കിൽ വീണുപോകാതെ തമ്മിൽ കരുതുക, തമ്മിൽ സഹായിക്കുക, ഓട്ടത്തിൽ മുൻപോട്ട് പോകാം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. മാത്രമല്ല ഇവിടെ നാം കാണുന്നത് എല്ലാവരോടും സമാധാനം, മാത്രമല്ല ശുദ്ധീകരണം. സമാധാനവും ശുദ്ധീകരണവും. സമാധാനം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? യഹൂദ പാശ്ചാത്തലത്തിൽ സമാധാനം എന്ന് പറയുന്ന അടിയും വഴക്കവും ഒന്നും ഇല്ലാതിരിക്കുന്നത് മാത്രമല്ല, പിന്നെ ദൈവത്തോടും മനുഷ്യനോടും ശരിയായ ബന്ധത്തിൽ നിന്നും ഉളവാകുന്ന ഫലകരമായ ജീവിതത്തെ കാണിക്കുന്നതാ, ഗുണകരമായ ജീവിതത്തെ കാണിക്കുന്നതാ. ഞാനത് വീണ്ടും ആവർത്തിക്കാം. ദൈവത്തോടും മനുഷ്യനോടുമുള്ള ശരിയായ ബന്ധത്തിൽ നിന്നും ഉളവാകുന്ന ഗുണകരമായ ഫലകരമായ ജീവിതത്തെ കാണിക്കുന്നതാ സമാധാനം. അത് തന്നെയുമല്ല, ശുദ്ധീകരണം, അനുദിന ശുദ്ധീകരണത്തെ കാണിക്കുന്നതാ. രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ശുദ്ധീകരണം, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, സ്ഥാനീയ വിശുദ്ധി അവർ പ്രാപിക്കണം. എന്നാൽ വിശ്വാസികൾ അത് പ്രാപിച്ചവരാണ്. അവർ പ്രായോഗിക വിശുദ്ധി ജീവിതത്തിൽ ഉണ്ടാവണം. അതെല്ലാം ഇതിൽ പെട്ടതാ. എന്നിട്ടാണ് പറയുന്നത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്ന് വെച്ചാൽ മുമ്പിൽ കണ്ട ബാലശിക്ഷയുണ്ടല്ലോ, അത് നന്നായി തന്ന് ശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മെ ശുദ്ധീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോയി പൂർണ്ണ ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ അവന്റെ സന്നദ്ധിയിൽ, അവന്റെ രാജ്യത്തിൽ, 12-ന്റെ അവസാനം നാം അവന്റെ രാജ്യത്തെക്കുറിച്ച് കാണുകയുണ്ടായി, രാജ്യത്തിൽ എത്തുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അവന് സേവയായി, ആരാധനയായി തീരുകയുള്ളൂ. എന്നിട്ടാണ് നാം അവിടെ കാണുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവൻ കീടത്തെ മുഴുവനും നീക്കുന്നവനാണ്. കീടത്തെ മുഴുവനും നീക്കിയിട്ടേ രാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ, അവന്റെ സന്നിധിയിലാകുകയുള്ളൂ. ആ കീടത്തെ മുഴുവനും നീക്കുന്ന ജീവിതങ്ങളാണ് അവന് പ്രസാദകരമായ സേവയായി തീരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുവെന്ന് വിചാരിക്കുന്നു. അവ പലരും വീഴുവാനുള്ള സാധ്യത താൻ കണ്ടു. ആ കഷ്ടത, ജീവിതത്തിലെ കഷ്ടത, ബാലശിക്ഷകൾ, അത് ദൈവമക്കൾക്കുള്ളതാണ്. അല്ലാതെയുമുള്ള കഷ്ടതകൾ, പ്രയാസങ്ങൾ, പലരും അതൊക്കെ വന്നപ്പോ നിരാശിതരായി, കരങ്ങൾ താണു, മുഴങ്കാലുകൾ കുഴഞ്ഞു. ചിലരൊക്കെ തട്ടി വീഴുന്ന അവസ്ഥയിൽ, ട്രാക്കിനപ്പുറത്ത് വീണ് ആ ഓട്ടമൊക്കെ നിലച്ച അവസ്ഥ. അത് പറഞ്ഞിട്ടാണ് എന്ത് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാ. എല്ലാത്തിലും പശ്ചാത്തലം പ്രധാനപ്പെട്ടതായിരുന്നുവല്ലോ, ഇവിടെയും ഇത് വളരെ പ്രധാനപ്പെട്ടതാ. ക്ഷീണിച്ച് വശായി ഇതിനി വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറി വിശ്വാസത്യാഗികളെന്ന് തെളിയിക്കുന്ന അവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്നുള്ള ആ ആഗ്രഹത്തിൽ താൻ നൽകുന്നതാണ്, ലേഖനകാരൻ നൽകുന്നതാണ് എന്ത്? ഈ മുന്നറിയിപ്പ്. പ്രിയമുള്ളവരെ, നമുക്കും കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ ശിക്ഷകൾ, ബാലശിക്ഷകൾ, ആ പ്രയാസങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പങ്കാണല്ലോ. എന്താ നാം ഒന്ന് ഓർക്കേണ്ടത്? അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുമ്പോൾ മതി, ഇതിനി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നാം പിന്മാറിപ്പോകുന്നവരാകരുത്. പിന്മാറിപ്പോകുന്നുവെങ്കിൽ എന്താണ് നാം തെളിയിക്കുന്നത്? നാം വിശ്വാസത്യാഗികൾ വാസ്തവമല്ലായിരുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. നമുക്കതുണ്ടാവാതെ ഇരിക്കട്ടെ. ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളത് ഞാൻ ആദ്യം ഓർപ്പിക്കുകയുണ്ടായി. പ്രസാദകരമായ സേവയാകണം നമ്മുടെ ജീവിതം, പ്രസാദകരമായിട്ടുള്ള ആരാധനയാകണം നമ്മുടെ ജീവിതം. ഏറ്റവും ഉന്നതമായിട്ടുള്ള ആഗ്രഹമാണ് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ച്. അതാണ് നമ്മുടെ ഗോൾ, ഓട്ടത്തിന്റെ ഗോൾ. അതാ ആ ഫിനിഷിംഗ് ലൈൻ. അതാ
അതിലാണ് നാം കണ്ണ് നട്ട് മുൻപോട്ട് ഓടേണ്ടത്. എന്നാൽ ആരും കാല് തെറ്റി വീണ് ഓട്ടത്തിൽ നിന്നും പിന്മാറിപ്പോകുവാൻ ഇടവരരുത്. അങ്ങനെ പിന്മാറിയാൽ നാം വിശ്വാസികളെ അല്ല, വിശ്വാസത്യാഗികൾ എന്ന് നാം നമ്മെ തന്നെ തെളിയിക്കുക. അതെത്രയോ വലിയ പ്രശ്നമായിട്ടുള്ളതാണ്, വിഷമകരമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയെ മുൻകണ്ടുകൊണ്ട് പറയുന്ന ഭാഗമാണിത്. എന്താണ് പ്രായോഗികമായി നമുക്ക് നൽകുന്ന പ്രബോധനം? നമുക്കുള്ള പ്രബോധനം ഇതാണ്. നമുക്കുള്ള പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ കർത്താവിനെ തന്നെ നോക്കി 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം അത് കാണുന്നുണ്ട്. അവൻ വലിയ അപമാനം സഹിച്ചു, അപമാനമൊക്കെ അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച കാര്യമൊക്കെ നാം കാണുന്നുണ്ട്. അങ്ങനെയുള്ളവനെ ധ്യാനിച്ചുകൊള്ളുവിൻ എന്നാണ് നാം അവിടെ കണ്ടത്. അവൻ നമ്മുടെ മാതൃകയാണ്. അപ്പോൾ പ്രയാസങ്ങളും കഷ്ടതകളും വരുമ്പോൾ അവനെ നമുക്ക് പിന്തുടരാം. മാത്രമല്ല, നാം ഈ 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഒരു പ്രയോഗമുണ്ട്. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: കരുതിക്കൊള്ളുവിൻ എന്ന് വെച്ചാൽ ആരും കൃപയിൽ നിന്ന് വീഴരുത്, ആരും കൈപ്പുള്ള വേരായി തീരരുത്, ആരും ദുർനടപ്പുകാരനായി തീരരുത്, ആരും ഏശാവിനെ പോലെ അഭക്തനാകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെ ആയിത്തീരുവാൻ, ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. കരുതിക്കൊള്ളുവിൻ. ആ വാക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കാണ്. എന്താണ് കരുതിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അവിടെ കരുതിക്കൊള്ളുവിൻ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ നാം കാണുന്നത് ലുക്കിംഗ് ഡിലിജന്റ്ലി, ശ്രദ്ധയോടെ നോക്കുക, ശ്രദ്ധയോടെ കരുതുക. ലുക്കിംഗ് ഡിലിജന്റ്ലി എന്ന് വെച്ചാൽ ഇങ്ങനെ നാം വിട്ടുപോകുവാൻ ഇടവരാതെ ഇരിക്കണമെങ്കിൽ, ജീവിതം ആരാധനയായി തീരുവാൻ ഇടവരണമെങ്കിൽ, we have to look diligently, ശ്രദ്ധയോടെ കരുതണം, ശ്രദ്ധയോടെ കാര്യങ്ങൾ വീക്ഷിക്കണം. മുൻപുള്ള വാക്യങ്ങൾ കണ്ടതുപോലെ അത് തമ്മിൽ ഉണ്ടാവണം. മറ്റുള്ളവരെ നാം സഹായിക്കണം. അതിനു മുൻപ് നാം തന്നെ നമ്മെ കരുതണം. മറ്റുള്ളവർക്ക് കരുതലുണ്ടാവണം. ആ നിലയിൽ ഈ ഓട്ടക്കളത്തിൽ വിശ്വസ്തയോടുകൂടി കർത്താവിനെ നോക്കി ഫിനിഷിംഗ് ലൈനിൽ കണ്ണ് നട്ട് നാം മുൻപോട്ട് ഓടുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് നാം കാണുന്നത്? നമ്മുടെ ജീവിതം പ്രസാദകരമായ ഒരു സേവയായി തീരും, ആരാധനയായി തീരും. അതെ, ഇളകാത്ത രാജ്യം നമുക്ക് മുൻപിലുണ്ട്. നാം അപ്പോസ്തലപ്രവൃത്തി 14:23 കാണുന്ന പോലെ അനേക കഷ്ടങ്ങളിലൂടെയാണ് നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. നല്ല കഷ്ടങ്ങൾ വീണു പോകുവാനും അവാസ്തവമായിരുന്നു നാമെന്ന്, വിശ്വാസത്യാഗികളായിരുന്നു നാമെന്ന് തെളിയിക്കുവാനും ഇടവരാതെ വിശ്വസ്തയോടെ ഈ പാതയിൽ നമുക്ക് ഓടാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ സേവയായി തീരട്ടെ, ആരാധനയായി തീരട്ടെ. അതിന് കർത്താവ് മാതൃകയായിട്ടുണ്ട്. ആ പാതകളെ നമുക്ക് പിന്തുടരാം. ഇന്ന് നാം കേട്ട കാര്യങ്ങൾ മാത്രമല്ല, ഈ നാളുകളിൽ നാം കൺസിഡർ ചെയ്ത എല്ലാ വിഷയങ്ങളും നമുക്കൊക്കെ ആ നിലയിൽ പ്രയോജനമാവട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുന്ന ആളുകൾ ജീവിക്കാം. അതിന് ഇന്ന് നാം ചിന്തിച്ച ഈ ആലോചനകളും മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.